ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിയാക്ട് റീഡെക്സ് മലയാളം. കഴിഞ്ഞ വീഡിയോ അവസാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് പുതിയ ചാലഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കൗണ്ടർ എന്ന് പറയുന്ന കോമ്പണൻറ്റിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കൗണ്ട് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിനെ ഹെഡർ കമ്പോണൻറ്റിലേക്ക് പാസ് ചെയ്യുകയും അല്ലെങ്കിൽ ഹെഡർ കമ്പോണൻറ്റിലേക്ക് ഷെയർ ചെയ്യുകയും അവിടെ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്ന ഒരു ചാലഞ്ച്. രണ്ടാമത്തേത്, എസൈഡ് കോമ്പണൻറ്റിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കളർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഹെഡറിലേക്കും ഫുട്ടറിലേക്കും പാസ് ചെയ്ത് അവിടെയുള്ള ടൈറ്റിലും ഈ ടെക്സ്റ്റിൻ്റെയും കളറ് ഈ ഹെഡർ എസൈഡ് കോമ്പണൻറ്റിനുള്ളിലുള്ള കളർ ചേഞ്ച് ക്ലിക്ക് ഇവൻറ്റിലൂടെ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു ചാലഞ്ചാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. സോ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാണ് ഇത്തവണ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ റിയാക്റ്റിലുള്ള കോമ്പണൻറ്റ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ, പ്രോപ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാവുന്നതാണ് ഞാൻ കരുതുന്നത്. സോ ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു സ്ട്രക്ചർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇപ്പോഴത്തെ ഒരു കോമ്പണൻറ്റ് ആർക്കിടെക്ചർ. ഇതിൽ റൂട്ട് കോമ്പണൻ്റ് ആയിട്ടുള്ള ആപ്പ് കോമ്പണൻ്റ് ആണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അതിന് തൊട്ട് താഴെ അതിൻ്റെ ചിൽഡ്രൻ ആയിട്ടുള്ള ഹെഡർ, മെയിൻ, ഫുട്ടർ എന്ന് പറയുന്നുള്ള 3 കോമ്പണൻറ്റ്. അതിൽ ഏറ്റവും താഴെയുള്ളത് കൗണ്ടർ ആൻഡ് എസൈഡ്. അത് രണ്ടും മെയിൻ കോമ്പണൻറ്റിൻ്റെ ചിൽഡ്രനാണ്. അപ്പോൾ കോമ്പണൻറ്റ്സ് തമ്മിൽ അല്ലെങ്കിൽ ഒരു ഡേറ്റ പാസ് ചെയ്യാനായിട്ട് നമുക്ക് റിയാക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രോപ്സ്. സോ പ്രോപ്സ് വഴി നമുക്ക് ഡേറ്റ പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോപ്സ് വഴി ഡേറ്റ പാസ് ചെയ്യാൻ പറ്റുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും, ഈ ആപ്പ് കോമ്പണൻ്റ് എന്ന് പറയുന്ന റൂട്ട് കോമ്പണൻ്റ്, അത് ഏറ്റവും മുകളിലുള്ള കോമ്പണൻറ്റിൽ നിന്നും അതിൻ്റെ തൊട്ട് താഴെയുള്ള ചൈൽഡ് കോമ്പണൻറ്റിലേക്ക് ഡേറ്റ പാസ് ചെയ്യാനുള്ള വഴിയുണ്ട്, പ്രോപ്സ് വഴി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ചൈൽഡായിട്ടുള്ള മെയിൻ കോമ്പണൻറ്റിൽ നിന്നും കൗണ്ടറിലേക്കും എസൈഡിലേക്കും പ്രോപ്സ് വഴി ഡേറ്റ പാസ് ചെയ്യാനുള്ള ചാനൽ ഇവിടെയുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതിവിടെ ഒരു ആരോ ഹെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് എല്ലാ പ്രോപ്സിലും. ഈ ആരോ ഹെഡിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു താഴെയുള്ളൊരു ഹൈറാക്കി ലെവലിൽ താഴെയുള്ളൊരു കോമ്പണൻറ്റിൽ നിന്നും ഡേറ്റ ഒരിക്കലും മുകളിലേക്ക് പാസ് ചെയ്യാനൊക്കത്തില്ല. അതാണ് ഇവിടെ ഈ ഡയറക്ഷൻ, ഈ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ കൊണ്ട് ഞാൻ കാണിക്കുന്നത്. സോ മുകളിൽ നിന്ന് താഴേക്ക് മാത്രമേ ഇവിടെ നമുക്ക് ഡേറ്റ പാസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ നമ്മുടെ കേസിൽ ഈ കൗണ്ട് സ്റ്റേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ എന്ന് പറയുന്ന ഈ താഴെയുള്ള കോമ്പണൻറ്റിലാണ്. അപ്പോൾ ഈ ഹെഡർ എന്ന് പറയുന്ന കോമ്പണൻറ്റിലേക്ക് നമ്മൾ ഈ സ്റ്റേറ്റിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്കിവിടുന്ന് നേരിട്ട് ഹെഡറിലേക്ക് കൊണ്ടുപോകാൻ വഴിയൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ കണ്ടാൽ അറിയാം, ഇവിടെ ഒരു പ്രോപ്സ് ചാനലൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൗണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത് വേറെ എങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് വഴിയില്ല. കാരണം അറിയാം, പ്രോപ്സ് ചാനൽ വഴി ഡേറ്റ പാസ് ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം മാത്രമാണ്. നമുക്ക് തിരിച്ച് മുകളിലേക്ക് ഡേറ്റ അയക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റു കോമ്പണൻസിലൊക്കെ ഷെയർ ചെയ്യേണ്ട ഡേറ്റ ഒരു താഴെ ലെവലിലുള്ള ഒരു കോമ്പണൻറ്റിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ലിഫ്റ്റിംഗ് ദ സ്റ്റേറ്റ് അപ്പ് എന്ന് പറയും. സ്റ്റേറ്റിനെ മുകളിലേക്ക് മാറ്റുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ കൗണ്ടർ കോമ്പണൻറ്റിൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ആ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ കൗണ്ടർ കോമ്പണൻറ്റിൽ ആ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഏതൊക്കെ കോമ്പണൻറ്റിലാണോ ഈ സ്റ്റേറ്റിനെ ആവശ്യമുള്ളത്, ഏതൊക്കെ കോമ്പണൻസ് ആണോ ഈ സ്റ്റേറ്റിനെ ഷെയർ ചെയ്യുന്നത്, അതിൻ്റെ എല്ലാം കോമൺ പേരൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻറ്റിൽ ഈ സ്റ്റേറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ കൗണ്ട് സ്റ്റേറ്റ് ആവശ്യമായിട്ടുള്ളത് ഹെഡർ കോമ്പണൻറ്റിലും പിന്നെ ഈ കൗണ്ടർ എന്ന് പറയുന്ന കോമ്പണൻറ്റിലുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ പേരൻ്റായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ റൂട്ട് കോമ്പണൻ്റ് ആയിട്ടുള്ള app.js എന്ന് പറയുന്ന ആപ്പ് കോമ്പണൻ്റ് ആണ്. അപ്പോൾ ആപ്പ് കോമ്പണൻറ്റിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ പ്രോപ്സ് ചാനൽ വഴി നമുക്കതിനെ ഇവിടുന്ന് ഹെഡറിലേക്ക് എത്തിക്കാൻ വഴിയുണ്ട്. കാരണം ഇവിടെ ഒരു പ്രോപ്സ് വഴി നമുക്ക് താഴേക്ക് അയക്കാം. അതുകൊണ്ട് ആപ്പിൽ നിന്നും ആപ്പ് കോമ്പണൻറ്റിൽ നിന്നും ഹെഡറിലേക്ക് നമുക്ക് കൗണ്ട് സ്റ്റേറ്റ് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ ആ ആപ്പ് കോമ്പണൻറ്റിൽ നിന്നും മെയിൻ കോമ്പണൻറ്റിലേക്കും കൊണ്ടുവരാൻ കഴിയും. കാരണം അവിടെയും നമുക്കൊരു പ്രോപ്സ് ചാനലുണ്ട്. അങ്ങനെ മെയിൻ കോമ്പണൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വീണ്ടും അതിനെ കൗണ്ടർ എന്ന് പറയുന്ന നമ്മുടെ ഈ കോമ്പണൻറ്റിലേക്കും എത്തിക്കാൻ കഴിയും. സോ ഇതിനെയാണ് നമ്മൾ ലിഫ്റ്റിംഗ് ദ സ്റ്റേറ്റ് അപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഈ ചാലഞ്ചിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം.
സോ വിൽ ഗോ ടു ദ ആപ്ലിക്കേഷൻ. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ഏറ്റവും ആദ്യം കൗണ്ട് സ്റ്റേറ്റ് തന്നെ നമുക്ക് ഷെയർ ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കൗണ്ടർ എന്ന് പറയുന്ന കോമ്പണൻറ്റിലാണ് ഇപ്പോൾ ഈ കൗണ്ട് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ പേരൻറ്റ് കോമ്പണൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് കോമ്പണൻ്റ് ആയിട്ടുള്ള app.jsൽ ഇതിനെ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ഇതിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ സ്റ്റേറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ യൂസ് സ്റ്റേറ്റ് ഹുക്കിൻ്റെ ആവശ്യവും ഇവിടെ ഇല്ല. ഞാൻ അതും റിമൂവ് ചെയ്യുകയാണ്. അത് രണ്ടും എടുത്തു കഴിഞ്ഞു. ഇനി ഈ സ്റ്റേറ്റിനെ ഇവിടെ നമുക്ക് വീണ്ടും കൊണ്ടുവരണം. സോ അത് നമ്മൾ പ്രോപ്സ് വഴി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ കൗണ്ട് എന്ന് പറയുന്ന വാല്യൂ ഞാനിപ്പോൾ റിമൂവ് ചെയ്യുന്നില്ല. ഇത് ഇവിടെ തിരിച്ച് വരാനുള്ള വാല്യൂ തന്നെയാണ്. സോ നമുക്കത് അവിടെ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനും നമ്മൾ ഈ കോമ്പണൻറ്റിനുള്ളിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ ഇത്തരം ഫംഗ്ഷനും ഈ കൗണ്ട് സ്റ്റേറ്റും എല്ലാം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ കൗണ്ട് എലമെൻറ്റ് എല്ലാം ആ വേരിയബിൾ ഇതൊക്കെ അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ആ കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റിനെ മാത്രം നമ്മൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മളതിനെ എടുത്തുകൊണ്ട് പോയി നേരെ നമ്മുടെ റൂട്ട് കോമ്പണൻ്റ് ആയിട്ടുള്ള app.jsലേക്ക് പോകുന്നു. അവിടെ നമുക്ക് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് യൂസ് സ്റ്റേറ്റ് ഫ്രം റിയാക്ട്. അതിനുശേഷം ഞാൻ അങ്ങനെ ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ്. നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത അതേ കൗണ്ട് സ്റ്റേറ്റ് തന്നെയാണ്. ഞാനതിനെ അവിടെ കോപ്പി ചെയ്തിട്ടു. ഇനി നമ്മൾ മുമ്പേ കണ്ടതുപോലെ പാസ് ചെയ്യുകയാണ്. ഈ കോമ്പണൻറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റേറ്റിനെ പ്രോപ്സ് വഴി പാസ് ചെയ്യുകയാണ്. സോ നമുക്കിപ്പോൾ ആദ്യം ഈ സ്റ്റേറ്റിനെ നമ്മുടെ ഈ കൗണ്ടർ കോമ്പണൻറ്റിലേക്ക് കൊണ്ടുപോകണം. സോ കൗണ്ടർ കോമ്പണൻറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി നമ്മൾ കണ്ടായിരുന്നു. ആദ്യം മെയിൻ കോമ്പണൻറ്റിൽ ചെല്ലണം. മെയിൻ കോമ്പണൻറ്റിൽ നിന്നും വീണ്ടും പ്രോപ്സ് വഴി കൗണ്ടർ കോമ്പണൻറ്റിലേക്ക് ചെല്ലണം. സോ നമുക്ക് ആദ്യം മെയിൻ കോമ്പണൻറ്റ് എവിടെയാണ്? app.jsൻ്റെ ചൈൽഡായിട്ട് മെയിൻ കോമ്പണൻ്റ് ഉണ്ട്. സോ മെയിൻ കോമ്പണൻറ്റിലേക്ക് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് കൗണ്ട് സ്റ്റേറ്റിനെ അയക്കുന്നു. അതുപോലെ തന്നെ കൗണ്ട് മോഡിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മുടെ സെറ്റ് കൗണ്ട്. അതും അയക്കുകയാണ്. കാരണം കൗണ്ടർ കോമ്പണൻറ്റിൽ നമുക്ക് ഈ കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ് മോഡിഫൈ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കൗണ്ട് മോഡിഫൈ ചെയ്യാനുള്ള ഫംഗ്ഷൻ്റെ ഒരു റെഫറൻസും അവിടെ ആവശ്യമായിട്ടുണ്ട്. സോ നമ്മൾ അതിനെയും പ്രോപ്സ് വഴി അയക്കുകയാണ്. ഓക്കെ, കൗണ്ടും സെറ്റ് കൗണ്ടും മെയിൻ കോമ്പണൻറ്റിലേക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞു. ഇനി മെയിൻ കോമ്പണൻറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അവിടെ നമ്മൾ ആ രണ്ട് പ്രോപ്സിനെയും റിസീവ് ചെയ്യുകയാണ്. കൗണ്ട് ഇത് ജാവാസ്ക്രിപ്റ്റിൽ ഡീസ്ട്രക്ചറിങ് എന്ന് പറയും, ഓബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ്. ഇവിടെ പ്രോപ്സ് ഡോട്ട് നമുക്ക് പ്രോപ്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ ഈ ഇവിടെ റിസീവ് ചെയ്യുന്നത്. അതൊരു ഓബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ഞാനതിനെ പ്രോപ്സ് ഡോട്ട് കൗണ്ട് എന്ന് വിളിക്കുന്നതിന് പകരം ഓബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് വഴി ഡയറക്റ്റായിട്ട് സ്റ്റേറ്റ് പ്രോപ്സിൻ്റെ നെയിം എന്താണോ അതിനെ വെച്ച് വിളിക്കുകയാണ്. അപ്പോൾ കൗണ്ട് എന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. ശേഷം സെറ്റ് കൗണ്ട്. അപ്പോൾ നമുക്ക് കൗണ്ടും സെറ്റ് കൗണ്ടും ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. ഇനി ഈ മെയിൻ കോമ്പണൻറ്റിൻ്റെ ചൈൽഡായിട്ട് നമുക്ക് കൗണ്ടർ കോമ്പണൻ്റ് ഉണ്ട്. കൗണ്ടർ കോമ്പണൻറ്റിലേക്ക് നമ്മൾ വീണ്ടും കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് കൗണ്ട് സ്റ്റേറ്റിനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും സെറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെറ്റ് കൗണ്ടിനെയും പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് നേരെ കൗണ്ടർ കോമ്പണൻറ്റ് ചെല്ലാം. കൗണ്ടർ കോമ്പണൻറ്റിൽ അവിടെയും നമുക്ക് ആ പ്രോപ്സ് റിസീവ് ചെയ്യാം. ഡീസ്ട്രക്ചറിങ് വഴി വീണ്ടും കൗണ്ട് സെറ്റ് കൗണ്ട് അവിടെ റിസീവ് ചെയ്യുന്നു. ഇവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കോഡെല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ട്. കാരണം നമ്മളിവിടെ കൗണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ കൗണ്ടിനെ മാനേജ് ചെയ്യാനുള്ള ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സെറ്റ് കൗണ്ട് എന്ന് പറയുന്ന കൗണ്ടിനെ മാനേജ് ചെയ്യാനുള്ള മെത്തേഡും നമ്മളിവിടെ അതിൻ്റെ ഒരു റെഫറൻസും നമുക്കിവിടെ പ്രോപ്സിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ആ പ്രോപ്സിനെ റിസീവ് ചെയ്യുക മാത്രം മതി. സോ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡിൽ പോയി നോക്കാം ആ കൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്ത് നോക്കാം. യെസ്, കൗണ്ട് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്.
ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കൗണ്ടർ കോമ്പണൻറ്റിൽ മുൻപേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്ത ആ കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഇവിടെ നിന്ന് നമ്മൾ എടുത്തു മാറ്റിയിട്ട് app.js എന്ന് പറയുന്ന റൂട്ട് കോമ്പണൻറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ പ്രോപ്സ് വഴി മെയിൻ കോമ്പണൻറ്റിലേക്ക് അയച്ചു. മെയിൻ കോമ്പണൻറ്റിൽ നിന്നും അതിൻ്റെ ചൈൽഡായിട്ടുള്ള കൗണ്ടർ കോമ്പണൻറ്റിലേക്ക് അയച്ചു. കൗണ്ടർ കോമ്പണൻറ്റിൽ നമ്മൾ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. അതുപോലെ തന്നെ കൗണ്ടർ കോമ്പണൻറ്റിനുള്ളിൽ ആ സ്റ്റേറ്റിനെ മോഡിഫൈ ചെയ്യാനുള്ള 2 ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസിലേക്ക് കൗണ്ട് സ്റ്റേറ്റ് മോഡിഫൈ ചെയ്യാനുള്ള യൂസ് സ്റ്റേറ്റ് നമുക്ക് തരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, സെറ്റ് കൗണ്ട് ഫംഗ്ഷൻ. അതിൻ്റെ റെഫറൻസും നമ്മൾ പ്രോപ്സ് വഴി ഈ കൗണ്ടർ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. അതുപയോഗിച്ച് നമ്മൾ കൗണ്ടിനെ കൗണ്ടർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ കൗണ്ടർ കോമ്പണൻറ്റിൽ മോഡിഫൈ ചെയ്തു. ഇത്രയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഈ കൗണ്ടിനെ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ നമ്മുടെ ഹെഡറിൽ കാണിക്കുക എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ അത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് മനസ്സിലായി ഒരു സ്റ്റേറ്റിനെ എങ്ങനെ പ്രോപ്സ് വഴി സെൻഡ് ചെയ്യണമെന്ന്. സോ നമ്മൾ നേരെ app.jsലേക്ക് പോവാം. അവിടെ ഹെഡർ കോമ്പണൻ്റ് ഉണ്ട്. ഹെഡർ കോമ്പണൻറ്റിൽ കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആ കൗണ്ട് സ്റ്റേറ്റിനെ പാസ് ചെയ്യുന്നു. എന്നിട്ട് ഹെഡർ കോമ്പണൻ്റ് ഓപ്പൺ ചെയ്യാം. ഹെഡർ കോമ്പണൻ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ കൗണ്ട് സ്റ്റേറ്റിനെ പ്രോപ്സ് വഴി വരുന്നതിനെ നമുക്ക് റിസീവ് ചെയ്യാം. അപ്പോൾ റിസീവ് ചെയ്ത് അതിനെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഹെഡർ കോമ്പണൻറ്റിൽ നമ്മളൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ കൗണ്ട് ഈസ് എന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ആ കൗണ്ട് വേരിയബിളിനെ കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡിൽ പോയി നോക്കാം. യെസ്, കൗണ്ട് ഈസ് 6. കറക്റ്റായിട്ട് നമുക്ക് ആ സ്റ്റേറ്റ് വാല്യൂ ഹെഡർ കോമ്പണൻറ്റിൽ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കൗണ്ടറിനുള്ളിൽ ഇതിൻ്റെ ചേഞ്ച് വരുത്തുമ്പോൾ ആ ചേഞ്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ലൈവായിട്ട് ഹെഡറിലും റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ സ്റ്റേറ്റ് ഷെയർ ചെയ്യുന്നത് കറക്റ്റ് ആവുക. എന്നാലേ നമുക്ക് ഒരേ സ്റ്റേറ്റ് എന്നാണ് ഈ ഹെഡറിലും കൗണ്ടറിലും ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഈ ഇൻക്രീസ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 2 സ്ഥലത്തും 2 കോമ്പണൻറ്റിലും ഒരേ സമയത്ത് ആ സ്റ്റേറ്റ് ചേഞ്ച് ആകുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരേ സ്റ്റേറ്റ് തന്നെയാണ് ഈ 2 കോമ്പണൻറ്റും ഷെയർ ചെയ്യുന്നതെന്നാണ്. സോ ഡിക്രീസ് ചെയ്യുമ്പോഴും വരുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ കളർ സ്റ്റേറ്റ് എങ്ങനെ നമ്മുടെ ഹെഡർ കോമ്പണൻറ്റിലേക്കും ഫൂട്ടർ കോമ്പണൻറ്റിലേക്കും ഷെയർ ചെയ്ത് ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുമെന്ന് നോക്കാം.